പ്രിയപ്പെട്ടവരെ നമസ്തേ. ഇന്ന് നമുക്ക് കളർ പെൻസിൽ വെച്ചിട്ട് 3D എഫക്റ്റോടുകൂടെ വെള്ളത്തുള്ളി എങ്ങനെ വരയ്ക്കാം എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യം നമ്മൾ ഏത് കളർ കൊണ്ടാണോ വെള്ളത്തുള്ളി വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ പെൻസിൽ കൊണ്ട് ആദ്യം ഒരു വൃത്തം വളരെ കനം കുറച്ച് പേപ്പറിൽ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾവശത്ത് ഒരു ചെറിയ വൃത്തവും അതിന് താഴെയായിട്ട് ചെറിയൊരു നീളത്തിലൊരു സ്പേസും കൂടിയിട്ടതിന് ശേഷം അതിന് ചുറ്റും വളരെ തിക്കായിട്ട് കളർ പെൻസിൽ വെച്ചിട്ട് നമ്മൾ കളറ് ഫില്ല് ചെയ്യുക. തിടുക്കം വേണ്ട, വളരെ പതുക്കെ മതി. ഞാനിത് ക്യാമറയ്ക്കകത്ത് സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. വളരെ ക്ഷമയോടുകൂടെ ചെയ്താൽ മതി. വളരെ തിക്കായിട്ട് ആ ഒരു സൈഡ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അതിനുശേഷം ഈ വൃത്തത്തിൻ്റെ നടുഭാഗത്തേക്ക് വരുമ്പോൾ ഈ തിക്നെസ് കുറച്ച് വളരെ ലൈറ്റായിട്ട് ഈ പേപ്പറിൻ്റെ വെള്ളയിലേക്ക് ലയിച്ച് കയറുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. വളരെ ക്ഷമയോടുകൂടെ സമയമെടുത്ത് ചെയ്താൽ മതി നിങ്ങൾ ചെയ്യുമ്പോൾ. ഇനി വേണ്ടത് ബ്ലാക്ക് കളർ പെൻസിൽ എടുത്തിട്ട് ഈ വൃത്തത്തിൻ്റെ അടിവശത്തെ ലൈന് കുറച്ച് കറുപ്പിച്ച് തെളിച്ചെടുക്കുക. അതിനുശേഷം അതേ കളർ പെൻസിൽ വെച്ച് ബ്ലാക്ക് കളർ പെൻസിൽ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ഒരു നിഴലിൻ്റെ എഫക്റ്റ് കൊടുക്കുക. ഏതൊരു വെള്ളത്തുള്ളിയും ഏതെങ്കിലും ഒരു പ്രതലത്തിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു നിഴൽ എഫക്റ്റ് ഉണ്ടാകും. ആ നിഴൽ എഫക്റ്റിൻ്റെ കൂടെ തന്നെ ഒരു പ്രകാശം ആ നിഴലിലേക്ക് കയറി വരും. അതിനാണ് ആ നിഴലിൻ്റെ അവിടെ ആയിട്ടൊരു വെള്ള കളറ് നമ്മൾ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കിയേ, ഒരു 3D എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് പല കളറുകൾ വെച്ചിട്ട് ഈ പടത്തിൽ കാണുന്നത് പോലെ വെള്ളത്തുള്ളികളെ നിങ്ങൾക്ക് 3D എഫക്റ്റിൽ വരച്ചെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്തേ.